സൗത്ത് കളമശ്ശേരി തെരുവിലെ അന്യസംസ്ഥാനക്കാരുടെ അഴിഞ്ഞാട്ടവും മദ്യപിച്ചെത്തി തമ്മിത്തല്ലും നിയന്ത്രിക്കുന്നതിനും ഒഴിവാക്കുന്നതിനു വേണ്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൗത്ത് കളമശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി സീ പാർക്ക് ഹോട്ടലിന്റെ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ലഹരി ഉപയോഗവും വിൽപ്പനയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. രാത്രി അടഞ്ഞുകിടക്കുന്ന കടത്തിണ്ണകളിൽ ഇരിക്കുന്നവരെയും ഉറങ്ങുന്നവരെയും ഒഴിവാക്കണമെന്ന് കളമശ്ശേരി പോലീസ് SHO ദിലീഷ് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി. പായ വിരിച്ച് കിടക്കാൻ ദിവസം പൈസ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അറിയാമോ? അടുത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഇല്ല, അങ്ങനെ ആൾക്കാർ പൈസ ഉപയോഗിക്കുന്നുണ്ട് അവിടെ. അപ്പം ഇതൊന്നും കണ്ണപ്പോണ്ടാണ് കിടക്കുന്ന ആൾക്കാരാണ്. നമ്മള് പെട്ടെന്ന് ഇവിടുത്തെ പ്രത്യേകത വെച്ചാല് ഏകദേശം 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ചെറിയൊരു മേഖല, ഏകദേശം 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആപ്പാണത്. ഇവിടെ ഇതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. ഈ മയക്കുമരുന്ന് വിൽക്കുന്നതിനും പിള്ളേരായിട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ പലതും വരുന്നുണ്ട്. സെയിം അതിന്റെ എഫക്റ്റുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ ഒരുപക്ഷെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ NDPS കേസ് എടുക്കുന്ന പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി സ്റ്റേഷനാണ്. ഏറ്റവും കൂടുതൽ ഡിറ്റക്ഷൻ ചെയ്യാറുള്ളത് ഈ പോലീസ് സ്റ്റേഷനിലാണ്. കണക്കിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് മയക്കുമരുന്ന് പിടിക്കുന്നത് കളമശ്ശേരി സ്റ്റേഷനാണ്. എല്ലാ മാസവും വളരെ കൂടുതൽ കേസുകൾ പിടിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരമല്ല. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രമായ പ്രശ്നമാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ റോഡ് ഡൈവേർഷൻ ആയ ശേഷം കുറച്ച് അപ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. റെയിൽവേ ലൈനുമായിട്ട് ചേർന്ന് കുറെ ഭാഗങ്ങൾ അപ്രസക്ത കിടക്കുന്നുണ്ട്. കുറെ ഗലികൾ, കുറെ ഊട് വഴികളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം കുറെ ഹബ്ബുകളായിട്ട് അന്യസംസ്ഥാനക്കാരും മലയാളികളും ഒക്കെ ചേർന്ന് ഈ പറയുന്ന പുകലുൽപ്പന്നങ്ങളും കഞ്ചാവും ഒക്കെ വിൽക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. എങ്കിലും അത് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ല. അതിന് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം കൂടെ ഇല്ലാതെ നമുക്കത് ഒരു പരിഹാരം കാണാൻ കഴിയില്ല. അപ്പൊ ഞങ്ങളുടെ ഇവരൊക്കെ വന്ന് ചർച്ച ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇതിനകത്ത് നിങ്ങളെല്ലാവരും ഇപ്പം ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോയി പോലീസ് സ്റ്റേഷൻ ഒരു സ്ഥലത്ത് പോയി അവിടെ അനധികൃതമായി താമസിക്കുന്നവരെ പെട്ടെന്ന് ഒഴിവാക്കുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഞങ്ങള് ശ്രദ്ധിക്കപ്പെടാത്ത വേറൊരു കെട്ടിടത്തിലും ഞങ്ങൾക്ക് താമസിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മനഃപൂർവ്വം എന്റെ മറ്റവന്റെ കെട്ടിടത്തിൽ മാത്രം ആൾക്കാരെ വിളിച്ചു, മറ്റിടത്ത് ഒഴിപ്പിച്ചിട്ട് അത് അവരൊരു അണ്ടർസ്റ്റാൻഡിംഗ് പറയില്ലേ? അങ്ങനെ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു, ഇങ്ങനെ സാഹചര്യം ഉണ്ട്. അപ്പൊ നമ്മള് പല സ്ഥലങ്ങളിലും ജീവിക്കാൻ വേണ്ടി ഒരു ഗതിയില്ലാതെ വരുന്ന ആൾക്കാരാണ് ഈ വിദേശ